മഹാരാഷ്ട്രയിൽ നിന്ന് മുംബൈയിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ AR ഗോകുൽദാസ് ചേരുന്നു. ഗോകുൽദാസ്, ഇപ്പോൾ ഇതാ BMC തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരികയാണ്. വ്യക്തമായ മുന്നേറ്റം, ലീഡ് നിലനിർത്താൻ BJPക്ക് സാധിക്കുമോ, മഹായുതിക്ക് സാധിക്കുമോ? മറ്റ് പാർട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും? എന്താണ് താങ്കളുടെ നിരീക്ഷണം? എല്ലാവർക്കും നമസ്കാരം. മഹാരാഷ്ട്ര മുമ്പേ ഹിന്ദുത്വ ശക്തികൾക്ക് വേരട്ടമുള്ള മണ്ണായിരുന്നു. അവിടെ ഭാരതീയ ജനതാ പാർട്ടി വളരെ മുൻകരുതലോടുകൂടി, വളരെ ചിട്ടയോടുകൂടി പ്രവർത്തനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടി. അതിന്റെ പിന്തുടർച്ചയായിട്ട് ഇപ്പോഴ് നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും നല്ല വിജയമായിരുന്നു നടന്നത്. മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലും അതേപോലെ മറ്റ് മുനിസിപ്പാലിറ്റികളിലൊക്കെ. മുംബൈയിൽ ഇവിടെ ഒരു കുടുംബത്തിന്റെ ആധിപത്യം പോലെ 30 വർഷത്തിലേറെ ഇവിടെ മുംബൈ മഹാനഗരത്തെ, മുംബൈയിലെ ഭരണം പിടിച്ചു വെച്ചിരുന്നവരെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മഹായുതി സഖ്യം വിജയിക്കുമെന്ന് എല്ലാ ആളുകളും പ്രവചിച്ചിരുന്നു. കാരണം ആ രീതിയിൽ വളരെ ചിട്ടയോടുള്ള പ്രവർത്തനമായിരുന്നു മുംബൈയിൽ നടന്നത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് ഒരേ ചരടിൽ കോർത്തിണക്കിക്കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതേപോലെ ഇവിടുത്തെ ശിവസേനയുടെ ഷിൻഡെ വിഭാഗവും BJPയുടെ കൂടെയായിരുന്നു. അത് മറ്റ് വിഭാഗീയ ശക്തികളെ മുഴുവൻ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തു വന്നാലും മുംബൈ പിടിക്കും എന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന്റെ ആ ഒരു കണക്കുകൂട്ടൽ, ആ ഒരു പ്രഖ്യാപനം ഫലവത്താവുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മുംബൈയിലും താനെയിലും അതേപോലെ പൻവേലിലും ഒക്കെയുള്ള നഗരസഭകള് BJPയുടെ സഖ്യത്തിന്റെ കൺട്രോളിലായിരിക്കും, നവി മുംബൈ അടക്കം. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഗോകുൽദാസ്, ഈ മഹായുതിക്ക് അനുകൂലമായിട്ട് വന്നിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? മഹായുതിക്ക് അനുകൂലമായ ഘടകങ്ങൾ, ഒന്ന്, ഈ മുംബൈയിൽ നടന്ന ഈ കഴിഞ്ഞ 30 വർഷങ്ങളായി നടന്ന അഴിമതി, അതുപോലെ കെടുകാര്യസ്ഥത, ഒരു വിഭാഗം, ഒരു കുടുംബം, അവര് ഇവിടെയുള്ള മുഴുവൻ എന്താ പറയണ്ട ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ഇവിടെയുള്ള ദുർഭരണം, ഈ അഴിമതി തന്നെയാണ് മുഖമുദ്ര. കാരണം ഇത്ര വർഷമായിട്ട് മുംബൈയിൽ ഒരു കാര്യവും ഈ നഗരസഭയിൽ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടി ഈ ഇലക്ഷനിൽ വന്നതിന് ശേഷമാണ്. ധാരാവിപുലുള്ള സ്ഥലങ്ങൾ, അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളായിരുന്നു. അവിടെയൊക്കെ വളരെ നല്ല രീതിയിൽ അവിടെയുള്ള ചാലുകൾ ഒക്കെ മാറ്റി അവിടെയുള്ള ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിതം നൽകുവാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചു. അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ, മെട്രോ റെയിലുകൾ മുഴുവൻ സ്ഥലങ്ങളിൽ ഇപ്പം അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. അതേപോലെ റോഡ് വൈഡനിങ്, റോഡ് കോൺക്രീറ്റൈസേഷൻ, അതേപോലെ പിന്നെ അടൽ സേതു, പിന്നെ ഇത് ഭൂഗർഭപാത, ഇങ്ങനെയൊക്കെയുള്ള മുഴുവൻ വികസനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഇവിടെ കേന്ദ്ര സർക്കാരും അതേപോലെ സംസ്ഥാന സർക്കാരും ഇവിടെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഇവിടെ മുംബൈയിലും BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കൂടുതൽ പുരോഗതി വരൂ എന്നുള്ള ജനങ്ങൾക്കൊരു ബോധ്യമുണ്ട്. അത് കൂടാതെ അഴിമതി രഹിത ഭരണം ഇവർക്ക് കാഴ്ചവെക്കാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവരെ വൃത്തിഹീനങ്ങളായി കിടന്ന നഗരത്തിലെ പല ഭാഗങ്ങളെയും ബ്യൂട്ടിഫൈ ചെയ്ത് മെട്രോ സിറ്റികളാക്കിയിട്ട് ഈ BJP സഖ്യം ഇവിടെ പ്രവർത്തനം കാഴ്ചവെച്ചു. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ താക്കറെ സഹോദരന്മാർ ഒന്നിച്ചു, അവർ വലിയ ചലനം ഉണ്ടാക്കും എന്നൊക്കെയായിരുന്നല്ലോ പ്രതീക്ഷിച്ചിരുന്നത്, അല്ലേ? അവരുടെ ഒരു പ്രധാന ഇതുണ്ടെന്ന്, അവര് വിഭാഗീയമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഇവിടെ പിന്നെ ഇപ്പൊ ഇടയ്ക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, തമിഴ്നാട്ടിലെ അണ്ണാമലൈജി ഇവിടെ വന്ന് സംസാരിച്ചതിനെതിരായിട്ട് അവര് കാലടിച്ചൊടിക്കും എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്താവന ഒക്കെ വന്നു. അതേപോലെ നോർത്ത് ഇന്ത്യൻസിനെതിരായിട്ടും കുറച്ച് വളരെ മോശമായ പ്രതികരണങ്ങൾ വന്നു. അതൊക്കെ വോട്ടുകളെ ഏകോപിപ്പിക്കുന്ന രീതിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിച്ചതിന്റെ ഫലമാണിത്.
വിഭാഗീയത ദേവേന്ദ്ര ഫഡ്നാവിസ് ജിയുടെ ഉറച്ച പ്രഖ്യാപനം, ആ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഇതായിട്ട് വരുന്നത്. എന്താ വെച്ചാൽ ഇവിടെ എല്ലാവരും മെട്രോപൊളിറ്റൻ സിറ്റിയാണ്, ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും ആ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, അതിനാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. ശ്രീ ഗോകുൽദാസ്, മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന കല്യാൺ, ഡോംബിവില്ലി മേഖലകളിലും അല്ലേ ബി ജെ പിക്ക് നല്ല രീതിയിൽ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട്? മലയാളികൾ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും വളരെ ചിട്ടയോടുകൂടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നു. മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പം നമ്മൾ തന്നെ പല സ്ഥലങ്ങളിലും പ്രവർത്തനമായിട്ട് പോകുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ കിട്ടിയൊരു റിപ്പോർട്ട് എന്ന് വെച്ചാൽ എല്ലാവരും വളരെ നല്ല രീതിയിൽ ഈ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തണം എന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിച്ചിട്ടായിരുന്നു. മുമ്പ് നമ്മളെ എതിർത്ത് നിന്നിരുന്ന വിഭാഗങ്ങൾ പോലും ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ബി ജെ പിയുടെ ഭരണം ഉണ്ടാവണം എന്ന രീതിയിൽ ചിന്തിച്ചിരുന്നു. അവര് നമ്മളൊക്കെ കാണുന്ന സമയത്ത് ആ രീതിയിൽ സംസാരിച്ചിരുന്നു. അത് ഈ വോട്ടിൽ കൂടി പ്രതിഫലിപ്പിക്കുകയും ചെയ്തു.